നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ത്രീ ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ റിലേഷനിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അവർ ഇത്രയും കാലം നിന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴവരതിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുള്ള ആ ഒരു എനർജിയിലാണുള്ളത് കേട്ടോ. അപ്പം ഇതുവരെ ഇതിൽ അവർക്ക് ചിലപ്പം ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ, ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവർ എന്ത് വന്നാലും കുഴപ്പമില്ല, ഞാൻ ഈ റിലേഷനിൽ ഉറച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് അവർ വന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് നിൽക്കുന്ന ഒരു സ്ട്രോങ് തീരുമാനത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. ദ ഡബിൾ എനർജിയാണ്. ഈ റിലേഷനിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ചിലപ്പം അത്രയും സ്നേഹം ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടായിരിക്കും. അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോൾ പിന്നീട് അതൊരു വഴക്കിലോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ഈ റിലേഷനിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കും. മാത്രമല്ല ഈ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകുന്നതിന് കടുത്ത എതിർപ്പുകൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കാം. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉള്ളൊരു റിലേഷനാണിത്. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടിയാണ്, ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള പേടികൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനൊക്കെ തരണം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻ ഉറച്ച് നിൽക്കുന്ന എനർജിയിലോട്ട് മാറി എന്നുള്ളതാണ് കേട്ടോ. ദ ഹയറോഫന്റ് എനർജിയാണ്. ഇത് സത്യം പറഞ്ഞ ഒരു സ്പിരിച്വൽ കണക്ഷൻ കൂടിയാണ്. നിങ്ങളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കുറച്ചുകൂടി ഒരു ഉയർന്ന ലെവലിലോട്ട്, ഒരു സ്പിരിച്വൽ ലെവലിലോട്ട് മാറ്റുന്നതിന് വേണ്ടി കൂടി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നൊരു കണക്ഷനായിട്ടാണ് കാണുന്നത്. കാരണം എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ റിലേഷനെ ബേസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷനെ ഒരു എൻഡാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ പിരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ റിലേഷൻ വന്നാലും ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ ബാഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ നിങ്ങൾ തരണം ചെയ്യാൻ തയ്യാറാവുന്നു. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ഈ റിലേഷനിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്കൊരു യൂണിവേഴ്സ് ഒരു പരീക്ഷണം തരുന്ന പോലെയാണ്. അതായത് ഈ റിലേഷനിൽ നിങ്ങൾ എത്രമാത്രം ഹോണസ്റ്റ് ആണ്, ഈ റിലേഷൻ നിങ്ങൾ എത്രമാത്രം ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം എന്തൊക്കെ പ്രശ്നം വന്നാലും നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്ങിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻ വിട്ടുപോകാൻ പറ്റില്ല എന്നുള്ള ആ ഒരു സ്ട്രോങ് തീരുമാനത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല പരസ്പരം ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിലോട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു റിലേഷനായിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ കൂടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള ആ ഒരു പാതയിലോട്ടുള്ള ആ ഒരു നിങ്ങളുടെ ചിന്തകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് പോകാനുള്ള താല്പര്യം, നിങ്ങൾക്ക് കൊടുക്കുന്ന വാല്യൂ, ഇതെല്ലാം വേറൊരു ലെവലിലോട്ട് മാറുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു കമ്മിറ്റ്മെന്റിലോട്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റിലോട്ട് പോകുന്ന ഒരു റിലേഷനായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു ലൈഫ് പർപ്പസ് ഉണ്ടായിരിക്കാം ഒന്നിച്ച് ചെയ്യാനുള്ള. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലോട്ട് നിങ്ങളെ നയിക്കുന്ന ഒരു കണക്ഷനാണിത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ചെയ്യാനുണ്ട്, കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിലേഷനായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫ് പർപ്പസിലോട്ട് നിങ്ങളെ എത്തിക്കുന്ന, അതിന് നിങ്ങളെ സഹായിക്കുന്ന, അതിന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു റിലേഷനായിട്ടാണ് ഇത് മുന്നോട്ട് മാറാൻ വേണ്ടി പോകുന്നതെന്നുള്ളതാണ് കേട്ടോ.
9 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് ഈ ഒരു രീതിയിലോട്ട് മാറണം, എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, എനിക്ക് സന്തോഷം തരുന്ന, അതായത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ആ ഒരു ആഗ്രഹ പൂർത്തീകരണം കൂടി ഈ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് തന്നെ ആയിരിക്കും നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു റിലേഷനായിട്ടാണ് കാണുന്നത്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, അതിലൂടെ നിങ്ങളെ നയിക്കുന്ന ഒരു റിലേഷനാണ് ഇത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 3 ഓഫ് സോഴ്സ് എനർജിയാണ്. പലപ്പോഴും ഈ റിലേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ പെയിൻഫുൾ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. നിങ്ങൾ തമ്മിലുള്ള ചില സമയത്ത് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടാണെങ്കിലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവാം. അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരിക്കില്ല, പുറത്തുനിന്നുള്ള, അതായത് നിങ്ങൾക്ക് ചുറ്റിനുള്ള ആളുകളുടെ കാര്യങ്ങൾ വെച്ചായിരിക്കും നിങ്ങളൊരു പ്രശ്നത്തിലാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു മുറിവുകളൊക്കെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ പവർ കൊണ്ട് നിങ്ങൾക്ക് അതിനെയൊക്കെ ഹീൽ ചെയ്ത് ഈ റിലേഷനിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഫോർഗീവ്നെസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അതാണ് വേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കുറവുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വരുന്നുണ്ടാവും. കാരണം നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് മുന്നേറുമ്പോഴായിരിക്കും ഈ റിലേഷൻ കൂടുതൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയി മാറുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ക്ഷമിക്കാൻ തയ്യാറാവുക. അങ്ങനെ ക്ഷമിക്കാൻ തയ്യാറായി നിങ്ങളുടെ ലൈഫിലെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെറിയ രീതിയിലാണെങ്കിലും വാശിയൊന്നും കാണിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നുള്ളതാണ്. കൂടുതൽ മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിലോട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുന്നതാണ്. കൂടുതൽ നിങ്ങൾ ആത്മീയമായിട്ടുള്ള ലെവലിൽ ഒന്നുകൂടി ഉയർന്ന തലത്തിലോട്ട് എത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ മാറും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഏപ്രിൽ, പൂരം, ഉത്രം, എറണാകുളം, പാലക്കാട്, മെയ്, ഫെബ്രുവരി 2001, ഭരണി, കോഴിക്കോട്, ലെറ്റർ വൈ, 1997, കൊല്ലം, ചിത്തിര. എല്ലാവരും ഇപ്പം മഴയാണ്, ഇവിടെ നല്ല മഴയാണ്, നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.